എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേള വന്നു എങ്കിലും ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ വന്നത്. എന്താണെന്നറിയോ? അവിൽ വട. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദുള്ള ഒരു വിഭവമാണ്, എണ്ണ പലഹാരമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അവിൽ വട ഉണ്ടാക്കാൻ നമുക്ക് പ്രധാനമായിട്ട് അവിലാണ്. ഇവിടെ ഞാനൊരു 250 ഗ്രാം അവിലാണ് കേട്ടോ എടുത്തുള്ളത്. വളരെ അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ചൊന്ന് കടിക്കണം. അവിലിൻ്റെ തരി ലേശം കടിച്ചുള്ള ആ ഒരു രീതിയിൽ മതി. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പുതിർത്തി വെക്കുക, അത്രേ വേണ്ടൂ. നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ അവിൽ ഇവിടെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 സവാളയാണ് കേട്ടോ എടുത്തുള്ളത്. ചെറുതാക്കി അരിഞ്ഞിട്ട് ഉള്ള 2 സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾക്ക് പുറമേ നിന്ന് വാങ്ങാനില്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ കറിവേപ്പില ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അത് നമ്മൾക്കൊന്ന് യോജിപ്പിക്കാം. അതിൻ്റെ മസാലകളോട് കൂട്ടിയിട്ട് വേണം നമ്മൾക്കതൊന്ന് ഇളക്കിയെടുത്തിട്ട് ചെയ്യാൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കായം, ചിക്കൻ മസാല ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ആളുകൾക്ക് ചേർത്താൽ മതി, നിർബന്ധമില്ല. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്, ഏകദേശം ഒരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലിട്ടുണ്ട്. കുറച്ച് ഫ്ലേവർ വരാൻ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചെറുതാക്കി ഉടച്ചെടുത്തതിന് ശേഷം, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 150 ഗ്രാം മൈദപ്പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരു കൂട്ടി യോജിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ച് വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ മൈദപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ വട ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. വേണ്ടിയിട്ടൊന്ന് ഉരുട്ടി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് എടുത്തിടാൻ നല്ല എളുപ്പമാണ്. നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചാൽ മതി. കയ്യുമ്പോഴൊന്നും അധികം ഒട്ടയില്ല. ഇനി നമുക്ക് ഉണ്ടാക്കാം.
ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് നടുക്കൊരു തുളച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇടാം. ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളിതിനകത്ത് ഇതാക്കണം. നമുക്കിതിന് വാങ്ങാം. അവൽവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഭവമായിട്ട് കാണാം.